ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക കോഴ്സ് സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത് ഡിഗ്രി ആയാലും ഡിപ്ലോമ കോഴ്സ് ആയാലും സർട്ടിഫിക്കേഷൻ കോഴ്സ് ആയാലും ഏത് രീതിയിലുള്ള പഠന മാർഗമായാലും രണ്ട് രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിൽ ഒരു കാറ്റഗറി എന്നുള്ളത് അവർക്ക് ഏത് കാര്യത്തിലാണോ എത്തിച്ചേരേണ്ടത്, ഏത് ജോബിലേക്കാണോ എത്തിച്ചേരേണ്ടത്, ഏത് കരിയർ ഡൊമൈനിലേക്കാണോ എത്തിച്ചേരേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ബോധമുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ സെലക്ട് ചെയ്യുന്ന കോഴ്സുകൾ അത് ഏത് രീതിയിലുള്ള കോഴ്സായാലും ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഇവരുടെ കാര്യമാണ് വളരെ രസകരമായിട്ടുള്ളത്. സോ ഇവർ സെലക്ട് ചെയ്യുന്ന കോഴ്സുകൾ, പഠിക്കുന്ന ഡിഗ്രികളൊന്നും അവർ എവിടെ എത്തിച്ചേരണം എന്ന കാര്യത്തിൽ പ്രോപ്പറായിട്ട് ക്ലാരിറ്റി ഇല്ലാതെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വീട്ടിൽ നിന്നുള്ള നിർബന്ധമായിരിക്കാം, അയൽവക്കത്തിൽ നിന്ന് ആൾക്കാർ പറഞ്ഞതാകാം, അല്ലെങ്കിൽ സോഷ്യൽ സർക്കിൾസിൽ നിന്ന് വന്ന ഒരു അഭിപ്രായമാകാം. ഏതായിരുന്നാലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു, ചിലപ്പോൾ ആ കോഴ്സിന്റെ പകുതിയിൽ വെച്ച് തന്നെ നിർത്തും, അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ജോലിക്ക് പോകും, അല്ലെങ്കിൽ പല കോഴ്സുകൾ ചെയ്യും. ഡിപ്ലോമ കോഴ്സുകൾ, സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, മാസ്റ്റേഴ്സ് കോഴ്സുകൾ, വേറൊരു ഡിഗ്രി, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലാരിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണിവർ. സോ ഒരു ചെറിയ പ്രശ്നം ഇവിടെ ഉള്ളത് എന്നുള്ളത്, പഠനം അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഈ സെക്കൻഡ് കാറ്റഗറി ആൾക്കാർക്ക് അറിയില്ല. സോ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതല്ലേ, ഏതെങ്കിലും കോഴ്സ് ചെയ്താൽ നല്ലതല്ലേ എന്ന് പാരൻസ് വിചാരിക്കും. അങ്ങനെ കുറെ കാശ് ചെലവാക്കി ഇവനെ അല്ലെങ്കിൽ ഇവളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ പ്രശ്നം എന്നുള്ളത് ഈ കാര്യങ്ങളൊക്കെ റെസ്യൂമേൽ വരുമ്പോൾ വലിയ കോൺഫ്ലിക്റ്റും കൺഫ്യൂഷനുമാണ് ഉണ്ടാക്കുന്നത്. അത് അവർക്ക് ജോലി ലഭിക്കുന്നതിൽ നിന്ന് വലിയ ഒരു തടസ്സവും സൃഷ്ടിക്കുകയും ചെയ്യും. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ബാച്ചിലേഴ്സ് പ്രോഗ്രാം അത് ഏത് കോഴ്സാണെങ്കിലും സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ജോലിയിൽ പ്രവേശിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് സ്വന്തമായി ഇൻകം ഉണ്ടാക്കാൻ പറ്റും. പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കും. അതോടൊപ്പം നിങ്ങളുടെ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിച്ചാൽ അവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കുറേ കൂടി പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നോളജ്, ഓൺ ദ ജോബ് ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയർ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറേ കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് പുറം ലോകത്തിൽ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ ചിലവിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതല്ലാതെ പഠിച്ച് മുന്നോട്ട് ഇനി എങ്ങോട്ട് എന്ന ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേരാതിരിക്കുക.